രേവതി സമ്പത്തിന്റെ പ്രതികരണം ഒന്നുകൂടി കേൾക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുകയാണ്. രേവതി സമ്പത്തിന്റെ പ്രതികരണത്തിലേക്ക് ഒന്നുകൂടി പോകാം. രാജിവെച്ചു, അയാൾ വെക്കണം. ടു ലേറ്റ് ആണ്. ഇതിനു മുന്നേ അയാളെ എടുത്ത് പുറത്തെറിയേണ്ട കേസാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇതൊക്കെ ഭയങ്കര ടു ലേറ്റ് ആണ്. ഇത് തന്നെ ഒരു കൈൻഡ് ഓഫ് ടാക്ടിക്സ് ആണെന്ന് ഞാൻ സ്ട്രിക്ട്ലി ബിലീവ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു റെഗുലർ ഡ്രാമ ഉണ്ടല്ലോ, ലൈക്ക് ഒരു സിമ്പതി എമ്പതി ഒക്കെ പിടിച്ചു പറ്റാനുള്ളൊരു സാധനം. ആളുകളുടെ മുമ്പേ ഭയങ്കര നല്ല മനുഷ്യനാണെന്നും ഭയങ്കര എന്താ പറയുക നന്മയുടെ നിറകുടമാണെന്നൊക്കെ കാണിക്കാനുള്ളൊരു വളരെ സാധാരണ ഒരു നിഷ്കളങ്കനാണെന്ന് കാണിക്കാനുള്ള കുറേ ശ്രമങ്ങളുണ്ട്. രാജിവെക്കുന്നത് ഈ ടോട്ടലി ഡിസേർവ് ഇറ്റ്. അയാൾ രാജ്യം മാത്രമല്ല എന്താണ് അയാളെ ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ ബാൻ ചെയ്യണം. ഞാൻ നിയമപരമായിട്ട് ഇപ്പം അങ്ങനത്തെ ഒരു ഡിസിഷനിലൊന്നും തന്നെ ഇപ്പോൾ നിലവിലില്ല. എനിക്കറിയില്ല ഭാവിയിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇതുണ്ടായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഭാവിയിൽ ഒരു അഷുറൻസ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു റേ ഓഫ് ഹോപ്പ് തോന്നിക്കഴിഞ്ഞാൽ, ഒരു ഹോപ്പ് എനിക്ക് എവിടെയെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ, ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ സമാധാനം, പ്രധാനമായി എൻ്റെ സമാധാനവും എൻ്റെ തൊഴിലും എൻ്റെ സ്വപ്നങ്ങളും സെക്യൂരിറ്റി ഉണ്ടാവും എന്നുള്ളൊരു സാധനം, കംഫർട്ട് ഉണ്ടാവും എന്നുള്ളൊരു അഷുറൻസ് എനിക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തും അല്ലെങ്കിൽ വേറെ ഈ പറയുന്ന പല സിസ്റ്റത്തിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഐ വിൽ, ഞാൻ എന്തിനു ഇറങ്ങാണ്ടിരിക്കണം എന്നുള്ളതാണ്. നിതിൻ പ്രഭാകരനുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. നിതിൻ, എന്തായാലും വലിയ രീതിയിൽ തന്റെ കയ്യിൽ തെളിവുകൾ ഉണ്ട്. ഇപ്പോൾ നിയമ നടപടി സ്വീകരിക്കുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല എങ്കിൽ പോലും നിയമ നടപടിയിലേക്ക് പോകും. സർക്കാർ ഒരു ഉറപ്പ് നൽകണം എന്നാണ് രേവതി സമ്പത്ത് പറയുന്നത്. മാത്രമല്ല ഏറ്റവും ഗുരുതരമായ ഒരു കാര്യം അവർ പറയുന്നുണ്ട്. വലിയ രീതിയിൽ നാടകം കളിക്കുന്ന ഒരു വ്യക്തിയാണ് സിദ്ദിഖ് എന്ന് പറയുന്നുണ്ട്. ഒരുപക്ഷെ നമുക്കറിയാം, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്നു, അതായത് എങ്ങനെയായിരിക്കും റിപ്പോർട്ട് തനിക്കറിയില്ല, എന്തായാലും റിപ്പോർട്ട് വന്ന് അതിൽ ആരോപണം തെളിയുകയാണെങ്കിൽ തീർച്ചയായും അത്തരത്തിലൊരു നടപടിയിലേക്ക് പോകുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹം തന്നെ നിയമ നടപടിയിൽ നേരിടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. നിതിൻ, തീർച്ചയായും ഭദ്ര, അപ്രതീക്ഷിതമായാണ് സിദ്ദീഖിന്റെ രാജിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. പ്രത്യേകിച്ച് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ അമ്മയുടെ പ്രതികരണം നമ്മൾ കണ്ടതായിരുന്നു. അമ്മ ജനസംഖ്യയായ സിദ്ദീഖ് ഉൾപ്പെടെയുള്ള അമ്മയുടെ ഭാരവാഹികൾ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. എന്നാൽ ഇന്നലെയാണ് ഒരു യുവനടി സിദ്ദീഖിനെതിരെ അതീവ ഗുരുതരമായ ആരോപണം ഉയർത്തുന്നത്. ഈ ആരോപണം ഉയർത്തി 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് സിദ്ദീഖിന് രാജിവെക്കേണ്ടി വന്നു. സിദ്ദീഖിന് രാജിയിലേക്ക് എത്തിയ ഒരു സാഹചര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അമ്മയ്ക്കകത്തടക്കം അല്ലെങ്കിൽ അമ്മ സംഘടനയ്ക്കകത്ത് സിദ്ദീഖിനെതിരെ ഒരു വിഭാഗം രംഗത്ത് വന്നു. ഇത്രയും ഗുരുതരമായ ആരോപണം നേരിടുന്ന ഒരു വ്യക്തി സംഘടനയുടെ തലപ്പത്ത് ഇരിക്കരുത് എന്ന നിർദ്ദേശം ചില ഭാരവാഹികൾ അടക്കമുള്ളവരിൽ ഉണ്ടായി. അമ്മയുടെ ഭാരവാഹികൾ പോലും രണ്ട് ചേരികളായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. ഈ സാഹചര്യത്തിൽ സിദ്ദീഖിന് രാജിയല്ലാതെ മറ്റൊരു പോംവഴി ഇല്ലാതാവുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയായിരുന്നു. പ്രത്യേകിച്ച് അതീവ ഗുരുതരമായ ആരോപണമാണ് ഈ യുവനടി സിദ്ദീഖിന് നേരെ ഉന്നയിച്ചിരിക്കുന്നത്. സിദ്ദീഖ് അതിക്രൂരമായി തന്നോട് പെരുമാറിയെന്നും ഈ നടി മാധ്യമങ്ങൾക്ക് മുമ്പാകെ വെളിപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് സിദ്ദീഖ് അമ്മയിലെ മുതിർന്ന അംഗങ്ങൾ ഉൾപ്പെടെയുള്ള മുതിർന്ന താരങ്ങൾ ഉൾപ്പെടെയുള്ളവരെ ബന്ധപ്പെടുകയും താൻ രാജിവെക്കാൻ തയ്യാറാണെന്ന് അറിയിക്കുകയും ചെയ്തത്. ധാർമ്മികയുടെ പേരിലാണ് താൻ രാജിവെക്കുന്നതെന്നാണ് സിദ്ദീഖ് തന്റെ അടുപ്പമുള്ള നടന്മാരോട് പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഈ നടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഈ നടി ഇന്നലെ ഉന്നയിച്ച കാര്യങ്ങൾക്ക് മറുപടി താൻ കേരളത്തിൽ എത്തിയാൽ ഉടൻ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഇപ്പോൾ ഒരു ഊട്ടിയിലാണ് ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഊട്ടിയിൽ നിന്നും മടങ്ങിയെത്തിയ ഉടൻ തന്നെ സിദ്ദീഖിന്റെ പ്രതികരണം ഉണ്ടാകും. എന്തായാലും അമ്മ സംഘടനയ്ക്കകത്തടക്കം സിദ്ദീഖിനെതിരെ രൂക്ഷമായ തലത്തിലാണ് ഇത്തരമൊരു അനിവാര്യമായ രാജിയിലേക്ക് സിദ്ദീഖിന് കടക്കേണ്ടി വന്നത്. ഭദ്ര.